ഹായ് ഗൈസ്. സോ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ലോഗിൻ ഫോം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്നു. സോ ഞാൻ അവസാനം പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇനി രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് സൈൻ അപ്പ് ഫോം നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ ഒന്ന് ലോഗിൻ സക്സസ് ആയ നാവിഗേഷനൊക്കെ ചെയ്യണം. എന്ന് വെച്ചാൽ ഡാഷ്ബോർഡ് പോലത്തെ സ്ക്രീനിലേക്ക് വരണം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മോക്കപ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ ഇനി സൈൻ അപ്പ് ഫോം നമ്മൾ സൈൻ ഇൻ ക്രിയേറ്റ് ചെയ്തു, ഇനി സൈൻ അപ്പ് ക്രിയേറ്റ് ചെയ്യണം, ഇതുപോലെ നാവിഗേഷൻ ചെയ്യണം. അതിൽ സൈൻ അപ്പിലാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഡാഷ്ബോർഡ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു വെൽക്കം ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മെസ്സേജ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പ് സൈനപ്പിനും ലോഗിനും ലൈക്ക് ഡാഷ്ബോർഡിലേക്ക് പോകണമെങ്കിൽ ആ ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ആദ്യം സൈനപ്പ് ഫോമിനാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അതിന് ശേഷമാണ് ഫ്ലോ വെച്ച് നോക്കുമ്പോൾ ആദ്യം സൈനപ്പ് ഉണ്ടാക്കണം, പിന്നീടാണ് ഡാഷ്ബോർഡ് കമ്പൗണ്ട് ഉണ്ടാക്കേണ്ടത്. ആ ഫ്ലോ വരുമ്പോൾ സൈനപ്പ് ലോഗിൻ ഡാഷ്ബോർഡ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡാഷ്ബോർഡ് ഇപ്പോൾ പാർക്ക് ചെയ്തിട്ട് സൈനപ്പ് ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കോഡ് എഴുതി തുടങ്ങാം സൈനപ്പ് ഫോമിന്. ഞാൻ കമ്പോണൻസിൻ്റെ ഉള്ളിലൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണം, സൈനപ്പ് form.js. ഓക്കെ, ഇവിടെ ഞാൻ നോർമൽ ഉണ്ടാക്കണം, ഇമ്പോർട്ട് നോർമൽ റിയാക്റ്റ് ക്ലാസ് ബേസ്ഡ് കമ്പോണൻ്റാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാനിവിടെ കമ്പോണൻസും കൂടി എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതോടൊപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നത് എനിക്ക് ഓത്ത് ഫോമും കൂടി ആവശ്യമുണ്ട്. കാരണം നമ്മുടെ സൈനപ്പും സൈൻ ഇന്നും നമ്മൾ ഓൾറെഡി മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഇത് സെയിം ആണെന്നുള്ളത്. ഫോം സെയിം ആണ്, ഓത്ത് ഫോമാണ് യൂസ് ചെയ്യുന്നത്. ലോഗിൻ ആണെങ്കിലും സൈനപ്പ് ആണെങ്കിലും നമ്മൾ ഓത്ത് ഫോം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ഞാൻ ഓത്ത് ഫോമും കൂടി ചേർത്ത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ അത് ഓട്ടോ ഇമ്പോർട്ട് ചെയ്യാം. ക്ലാസ് സൈനപ്പ് ഫോം എക്സ്റ്റൻസ് കമ്പോണൻറ്റ്, എന്നിട്ട് ഞാനിവിടെ എക്സ്പോർട്ട് ഡീഫോൾട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ക്ലാസ് ബേസ്ഡ് ആയതുകൊണ്ട് ഞാനിവിടെ റെൻഡർ മെത്തേഡ് കൊടുക്കണം. ഫസ്റ്റ് റെൻഡറിൻ്റെ ഉള്ളിൽ ഞാൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഡിവാണ്. ആ ഡിവിൽ ഞാനൊരു H3 കൊടുക്കുന്നുണ്ട്. H3യുടെ ഉള്ളിൽ ഞാൻ സൈനപ്പ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് എഴുതി വെച്ചു. എന്നിട്ട് H3ക്ക് ശേഷം ഞാനിവിടെ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ വെച്ച ഓത്ത് ഫോം ഇമ്പോർട്ട് ചെയ്യണം, എടുത്തുകൊണ്ട്. സോ ഓത്ത് ഫോം ഞാൻ ഓട്ടോ ഇമ്പോർട്ട് ചെയ്യാനാണ് ഞാനവിടെ ഇമ്പോർട്ട് ചെയ്യാണ്ടിരുന്നത്. ഓത്ത് ഫോം ഞാൻ ഓട്ടോ ഇമ്പോർട്ട് ചെയ്യണം ഇപ്പോൾ. ഓക്കെ, ഇവിടെ ഓത്ത് ഫോം റീയൂസ് ചെയ്യാണ് നമ്മൾ പറഞ്ഞു, കാരണം ഇമെയിലും പാസ്വേഡും നമ്മുടെ ഫോമിൻ്റെ ഉള്ളിലുണ്ട്. സോ സൈനപ്പ് ഫോമിൽ ഹെഡർ നമ്മൾ കൊടുത്തു, ഇവിടെ സൈനപ്പ് എന്നും പറഞ്ഞിട്ട്. പിന്നെ യൂസറിന് അതൊരു മനസ്സിലാക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ആണ് എന്നുള്ള ഫീൽഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹെഡർ. അത് കഴിഞ്ഞിട്ട് ഇമെയിൽ പാസ്വേഡിനായിട്ട് ഞാൻ ഈ ഓത്ത് ഫോം നമ്മളൊരു കമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ന് വെച്ചാൽ സൈനപ്പ് മ്യൂട്ടേഷനാണ് നമ്മൾ റെഡിയാക്കേണ്ടത്. സോ സൈനപ്പ് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ GraphQL മ്യൂട്ടേഷനിൽ സൈനപ്പ് നമ്മൾ വിളിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ അതിന് മുമ്പ് നമുക്ക് വെച്ചാൽ ആ മ്യൂട്ടേഷൻ നമുക്കറിയണം എങ്ങനെയാണെന്നുള്ളത്, എന്താണെന്നുള്ളത്. നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്യണമല്ലോ. സോ അതുകൊണ്ട് നമ്മൾ എന്താ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഗ്രാഫിക്കലിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗ്രാഫിക്കലിൽ പോയിട്ട് മ്യൂട്ടേഷൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഗ്രാഫിക്കലിലേക്ക് പോവാണ് നമ്മുടെ. എന്നിട്ട് ഇത് ഞാൻ കമൻ്റ് ഔട്ട് ചെയ്യാം, ലോഗിനും കമൻ്റ് ഔട്ട് ചെയ്യുകയൊക്കെയാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു മ്യൂട്ടേഷൻ എഴുതാണ്, മ്യൂട്ടേഷൻ സൈനപ്പ് നെയിംഡ് മ്യൂട്ടേഷൻ കൊടുത്തു. അതിൽ രണ്ട് വാല്യൂസ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ഇമെയിൽ, അതിൻ്റെ ടൈപ്പ് വന്നിട്ട് സ്ട്രിങ് ആണ്. രണ്ടാമത്തെ വന്നിട്ട് പാസ്വേഡാണ്, അതിൻ്റെ ടൈപ്പ് സ്ട്രിങ് തന്നെയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡോക്സ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അവിടെ സൈനപ്പ് മ്യൂട്ടേഷനാണ് ഉള്ളത്. അത് രണ്ട് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇമെയിൽ പാസ്വേഡ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഞാനും അതേപോലത്തെ ചെയ്തിരുന്നു സൈനപ്പ്, അതിൽ ഇമെയിൽ കോമ, പാസ്വേഡ്, 1 2 3 4 5 6 7 8 9  10  11  12 13 14 15 16 17 18 19  20 21 22 23 24 25 26 27 28 29  30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156
എന്നിട്ട് ഞാനിവിടെ തിരിച്ച് റെസ്പോൺസായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയും പിന്നെ ഇമെയിലുമാണ്. ഓക്കെ, ഞാൻ എന്നിട്ട് ക്വറി വേരിയബിൾസ് ഇമെയിലും പാസ്വേഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എഴുതി വെച്ചിരുന്നു. സോ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് വേരിയബിൾ. എന്നിട്ട് ഞാനിവിടെ ആഡ് ചെയ്തു. നമുക്ക് മുമ്പത്തെ test@dlst.com ആയിരുന്നു, അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ആയിരുന്നു. അത് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യണമല്ലോ. സോ test1@dlst.com എഴുതി പാസ്വേഡ് 1 എന്നാക്കി. സോ എക്സിസ്റ്റിംഗ് ക്രിയേറ്റ് ചെയ്യരുത്, എറർ അടിക്കും. സോ യൂണീക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് റൺ ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടെന്നുള്ളത്. റൺ ചെയ്തു, നമുക്ക് വർക്ക് ആവുന്നുണ്ട്. test1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൈനപ്പ് നമ്മുടെ കറസ്പോണ്ടിങ്ങിൽ ഇത് വർക്ക് ഔട്ടാണ്. സോ മ്യൂട്ടേഷനിൽ ഇത് വർക്ക് ആവുന്നത് അതുകൊണ്ട് നമുക്ക് പുതിയ യൂസറിൻ്റെ ഐഡിയും ഇമെയിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കെന്ന് വെച്ചാൽ നമുക്കിത് ഈ മ്യൂട്ടേഷൻ കോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫയലിൻ്റെ ഉള്ളിൽ. സോ ഈ മ്യൂട്ടേഷൻ നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോപ്പി ചെയ്തെടുത്തു. അതിനുശേഷം ഞാനിത് സേവ് ചെയ്തിട്ടുണ്ടായില്ല, സേവ് ചെയ്തു ഈ സൈനപ്പ് ഫോം. മ്യൂട്ടേഷനിൽ ഞാനൊരു പുതിയ ഫയൽ ആഡ് ചെയ്തു. അതിൻ്റെ പേരാണ് signup.js. എന്നിട്ട് മുമ്പ് എഴുതിയ പോലെ തന്നെ ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്ത GQL ഫ്രം GraphQL ടാഗ്. എന്നിട്ട് എക്സ്പോർട്ട് ഡീഫോൾട്ട് GQL. എന്നിട്ടൊരു ഇത് കൊടുത്തു, ബാക്ക് ടിക്ക് കൊടുത്തു. നമ്മൾ എഴുതിയ മ്യൂട്ടേഷൻ പേസ്റ്റ് ചെയ്തു, സെമിക്കോളൻ ഇട്ടു, സേവ് ചെയ്തു. സോ ഇതിലൂടെ GraphQL ഹെൽപ്പർ ബേസിക്കലി GQL ഉപയോഗിച്ച് സൈനപ്പ് മ്യൂട്ടേഷൻ എക്സ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു നമ്മൾ. ഓക്കെ, ഇനി ഇതിന് നമ്മൾ വയറപ്പ് ചെയ്യണം നമ്മുടെ സൈനപ്പ് ഫോമിനായിട്ട്. സോ ഇത് GQL എന്തൊക്കെയാണ് നമ്മുടെ മുമ്പത്തെ സെക്ഷനിൽ ഓൾറെഡി നമ്മൾ ഗോത്രൂ ചെയ്താണ്. ഞാനതൊന്നും ഗോത്രൂ ചെയ്യുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ. അത് മുമ്പത്തെ സെക്ഷൻ നമ്മൾ ഓൾറെഡി ക്ലിയർ ചെയ്ത് വെച്ചിരുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ സൈനപ്പ് ഫോമിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ ബേസിക്കലി നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ എഴുതിയ മ്യൂട്ടേഷൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഞാൻ അത് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കുകയാണ്. സോ അതിന് മുമ്പ് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്ന GraphQL കൂടി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ GraphQL ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് GraphQL ഫ്രം React Apollo. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മ്യൂട്ടേഷൻ ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട് മ്യൂട്ടേഷൻ from mutation/signup സെമിക്കോളൻ. ഓക്കെ, ഇനി GraphQL നമ്മളിത് റാപ്പപ്പ് ചെയ്യണം. ഇവിടെ GraphQL മ്യൂട്ടേഷൻ നമ്മൾ അപ്പോളോമായിട്ട് നമ്മൾ വയറപ്പ് ചെയ്യാനായിട്ട് നമ്മൾ മുമ്പ് എഴുതിയിരുന്നു. സെയിം മെത്തേഡ് തന്നെ എഴുതിയിരുന്നത്. GraphQL ഓഫ് മ്യൂട്ടേഷൻ പിന്നെ ഓഫ് സൈനപ്പ് ഫോം എന്നും പറഞ്ഞ് എഴുതി. ഓക്കെ, സോ അപ്പോളോമായി സൈനപ്പ് ഫോമിനെ ഇപ്പോൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ. ഓക്കെ, ഇപ്പോൾ സൈനപ്പ് ഫോമിന് എന്ന് വെച്ചാൽ this.props.mutate എന്നുള്ളൊരു ഫംഗ്ഷൻ ലഭിക്കും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈനപ്പ് മ്യൂട്ടേഷൻ കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ഭയങ്കര റിപ്പീറ്റേറ്റീവ് ആണ്, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നെയാണ് ചെയ്യുന്നതെന്നുള്ളത്? എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് GraphQL. ആക്ച്വലി GraphQLൻ്റെ പാറ്റേൺ ഒരിക്കലും മാറില്ല. നിങ്ങൾ ക്വറി അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എഴുതി കഴിഞ്ഞാൽ GQL നമ്മൾ എഴുതും, GQL എക്സ്പോർട്ട് എന്നിട്ട് നമ്മുടെ കമാൻഡ് പോയിട്ട് ഇമ്പോർട്ട് നമ്മൾ GraphQL ഹെൽപ്പർ വെച്ചിട്ട് നമ്മൾ വയറപ്പ് ചെയ്യും, എന്നിട്ട് അതിനെ യൂസ് ചെയ്യും ബേസിക്കലി. സോ ഇത് റിപ്പീറ്റഡ് ആണെങ്കിലും അത് കൺസിസ്റ്റൻ്റ് ആണ്. എന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്. വലിയ ആപ്ലിക്കേഷനിൽ ഡീബഗിങ് ഒക്കെ ഭയങ്കര എളുപ്പമാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മ്യൂട്ടേഷൻ വയറപ്പ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ സൈനപ്പ് ഫോം നമ്മൾ ഓൺ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ ഓൺ സബ്മിറ്റ് കോൾ ബാക്ക് ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഓത്ത് ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ടേഷൻ വിളിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് പിന്നെ ഇൻകറക്റ്റ് ഇൻപുട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ എറർ ഹാൻഡിങ് ചെയ്യണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ലോഗിനും സൈനപ്പൊക്കെ സക്സസ് ആയി കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ നാവിഗേറ്റ് ചെയ്യണം. സോ ഈ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സോ അത് നമ്മൾ 1 by 1 ആയിട്ട് അടുത്ത സെക്ഷനിൽ ഗോത്രൂ ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആസ് യൂഷ്വൽ എറേഴ്സ് കിട്ടുകയാണെങ്കിൽ പിങ് ചെയ്ത് ഞാൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഐ എം റാപ്പിംഗ് ഇറ്റ് ഓഫ്. താങ്ക്സ് ലോട്ട്. ബൈ.